നിലമ്പൂരിൽ ഫൈനൽ റൗണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി ചർച്ച മാത്രമല്ല, ഒരു പാർട്ടിനെ മുന്നണിയിൽ എടുക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചയും തകൃതിയായി നടക്കുന്നുണ്ട്. എവിടം വരെയായി നിങ്ങളുടെ ചർച്ചകൾ? നിലമ്പൂരിൻ്റെ മണ്ണും മനസ്സും പാകമായി കിടക്കുക. അപ്പം മണ്ണും മനസ്സും പിന്നെ കുറച്ച് MLA കുപ്പായം റെഡിയാണ്. ചുമരെഴുത്തുകൾ പോലും വന്നു. നിങ്ങൾ കണ്ടു കാണും ചുമരെഴുത്ത്. ആരെ ഫോട്ടോ വരക്കണേ? മായ്ക്കണ്ടി വരൂലല്ലോ അല്ലേ? കൈപ്പത്തി ചിഹ്നം വരച്ച് ചിഹ്നം റെഡിയാണ്. സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോ ഒന്നും വേണ്ടേ? ആളെ കാത്തിരിക്കുക. ആരാക്കരം? ആരെ പേരാ പറയണേ? ഒരു ദിവസം പറയും ഷൗക്കത്തിന് മുൻതൂക്കം, പിറ്റേ ദിവസം പറയും ജോയിക്ക് മുൻതൂക്കം. പക്ഷെ മുൻതൂക്കം അളന്ന് തൂക്കി പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ അവിടെ. അൻവർ പ്രത്യേകമായ രീതിയിൽ നിൽക്കുകയാണ്. പ്രത്യേക രീതി എന്താന്ന് വെച്ചാൽ UDF സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത് വരെ കോലിട്ടങ്ങോട്ട് കുത്തിയാലും മൂപ്പര് മിണ്ടൂലത്ര. കുട്ടി മിണ്ടുന്നില്ല. അതെങ്ങനെ? വാ വിളിച്ചൊന്നും പറയില്ലെന്ന് വാശി പിടിച്ച പിന്നെ ഞാൻ എന്ത് വേണം? രാവിലെ ഉച്ചക്കും വൈകുന്നേരവും 3 നേരം പത്രക്കാരെ കണ്ടിരുന്ന ആളാണ്. എന്താ ഇപ്പൊ മൂപ്പർക്ക് ഇങ്ങനെ? മൂപ്പരാരേലും പേര് പറഞ്ഞിരുന്നോ? ഇല്ല, അദ്ദേഹം ഒരു പേരും പറഞ്ഞിട്ടില്ല. അല്ല, ഒരു ചെറിയ ഡിമാൻഡ് വെച്ചിരുന്നു. ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDF മുമ്പിൽ വെക്കുകയാണ്. ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചടത്ത് തന്നെ കാണും. അവിടെ ഇടൂ. എന്താണ് മൂപ്പര് പറയട്ടെ? എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? എന്താണ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ്. സതീഷ് ചേട്ടാ, ഒരു പേര് മൂപ്പര് പറഞ്ഞിരുന്നു. അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അൻവർക്കാക്ക് താല്പര്യം ജോയിനായിരുന്നു. നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ്. അടുത്ത അഭിപ്രായം പോരട്ടെ. എനിക്ക് ഒരു തവണ മത്സരിക്കണമെന്നുണ്ട്. എനിക്കുണ്ട് ക്ലൈം. ഞാനും ഒരു തവണ അവിടെ അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ. മത്സരിച്ചിട്ടെന്താ? തോറ്റില്ലയോ? തോറ്റതല്ല, തോപ്പിച്ചതാ. പക്ഷെ ഇതൊന്നും അൻവർക്കാക്ക് കേൾക്കണ്ട. മൂപ്പര് ജോയിനെ കുറിച്ച് പുകഴ്ത്തി പാടാൻ തുടങ്ങി. അല്ല, ഏത് ജോയിനെ ഇപ്പൊ നിങ്ങൾ ഈ പറയണേ? ഈ പ്രസംഗിക്കണ ജോയിനാണോ? ആ കക്കാടം പൊയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് വളഞ്ഞ വഴിയിലൂടെ ഒരു വാട്ടർ തീം പാർക്ക് കെട്ടിപ്പൊടിച്ചിരിക്കുന്നു അൻവർ. മൂപ്പര് നിങ്ങളെ കുറിച്ച് ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇനി നീ എന്നെ പട്ടിന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരക്ഷരം മിണ്ടില്ല. അതൊന്നും ഇപ്പൊ അൻവറിനൊരു പ്രശ്നമല്ല. നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തിയായി ഈ അൻവർ മാറുന്നു. പക്ഷെ ഇപ്പോ മൂപ്പര് പാട്ടുപാടി നടക്കും. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറുത്തൊരക്ഷരം മിണ്ടില്ല. എന്ത് സഹിക്കാനും റെഡിയാണ്. എങ്ങനെയെങ്കിലും UDF ഒന്ന് കയറിയാ മതി. എല്ലാരും മനുഷ്യരല്ലേ. അപ്പൊ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തൃണമൂലിനെ UDF എടുത്ത് അൻവറിനെ സന്തോഷിപ്പിക്കോ അതോ അൻവറിന് പറ്റിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അൻവറിനെ സന്തോഷിപ്പിക്കോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.